CPM-ന്റെ നിലപാടുകൾ തെറ്റാണെന്ന് പറയാൻ വേണ്ടി കോൺഗ്രസ് നടത്തുന്ന ഒരു സമ്മേളനത്തിലേക്ക് CPM-ന്റെ പ്രതിനിധി പങ്കെടുത്താൽ അത് പാർട്ടി വിരുദ്ധ പ്രവർത്തനമാകൂലേ? കോൺഗ്രസിന്റെ നിലപാടുകൾ നയനിലപാടുകൾ തെറ്റാണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി CPM നടത്തുന്ന പരിപാടിയെ കോൺഗ്രസ്സുകാരൻ സഹായിച്ചാൽ അത് പാർട്ടി വിരുദ്ധ പ്രവർത്തനമല്ലേ? ഇതാർക്കാ മനസ്സിലാവാത്തത്? അതുകൊണ്ട് മുസ്ലിങ്ങളായ നമ്മൾ പറഞ്ഞല്ലോ, ആ മുസ്ലിമിന് ഭക്ഷണം നൽകാം, വസ്ത്രം നൽകാം, അവന്റെ ഭക്ഷണം നമുക്ക് കഴിക്കാം. ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്, നമ്മുടെ കിതാബുകളിൽ അത് പറഞ്ഞിട്ടുണ്ട്. സഹായിക്കുന്നതിൽ നമുക്ക് പ്രതിഫലമുണ്ട്. പക്ഷെ തെറ്റായ കാര്യങ്ങളിൽ ആരെയും സഹായിക്കാൻ പറ്റില്ല. അത് ആ മുസ്ലിമിനെ മാത്രമല്ല, മുസ്ലിമിനും സഹായിക്കാൻ പറ്റില്ല. ഒരു മുസ്ലിമാണ് മദ്യപാനത്തിന് കാശ് ചോദിച്ചാൽ, നമ്മുടെ രാജ്യത്ത് മദ്യപാനം നിരോധിച്ചിട്ടില്ല, ഇത് മതേതര രാജ്യമാണ് എന്ന് കരുതി, രാജ്യം അനുവദിച്ചതല്ലേ എന്ന് കരുതിയിട്ട് മദ്യപാനത്തിന് ഒരു മുസ്ലിം കാശ് ചോദിച്ചാൽ കൊടുക്കാൻ നമുക്ക് പറ്റൂല. കാരണം തിന്മയാണത്, തെറ്റിൽ നമുക്ക് സഹകരിക്കാൻ കഴിയൂല. അവന് ഭക്ഷണത്തിന് പ്രയാസമുണ്ട് എന്ന് കരുതി കാശ് വെച്ചാൽ കൊടുക്കാൻ നമുക്ക് സന്തോഷമേ ഉള്ളൂ. നന്മകളിൽ പരസ്പരം സഹകരിക്കും, മാനുഷിക കാര്യങ്ങളിൽ സഹകരിക്കണം. കുഫ്റിന്റെ പ്രവർത്തനങ്ങളിൽ ബഹുമാനപ്പെട്ട ഖാദിമാർ, മുസ്ലിം നേതാക്കന്മാർ ഈമാനും കുഫ്റും തമ്മിൽ കൃത്യമായ വിരുദ്ധം തന്നെയാണ്. മുസ്ലിം ഉമ്മത്തിനെ കുഫ്റിലേക്ക് അടുപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അത് ശരിയല്ല എന്ന് ഉലമാക്കൾ പറയേണ്ടതുണ്ട്. ആരും പറയാതെ കാലക്രമേണ മുൻകറുകൾ മഅറൂഫായി വരുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിക്കൂടാ. അതുകൊണ്ട് മുസ്ലിങ്ങൾ ഇസ്ലാമിക സംസ്കാരത്തിൽ തന്നെ ജീവിക്കുക, ആ മുസ്ലിങ്ങളുമായി മാനുഷിക കാര്യങ്ങൾ സഹകരിക്കുക, സഹായിക്കാം, സഹവസിക്കാം. മറ്റു മതക്കാരുടെ മതപരമായ കാര്യങ്ങളിൽ മുസ്ലിങ്ങളോ മുസ്ലിം ഖാദിമാരോ നേതാക്കളോ പങ്കെടുക്കുന്നത് മതസൗഹാർദ്ദമാണെന്ന ലേബൽ നൽകുന്നത് ശരിയല്ല. ഇവിടെ ഇപ്പോൾ പലരും മതസൗഹാർദ്ദം തെറ്റായി വ്യാഖ്യാനിക്കുകയാണ്. മതസൗഹാർദ്ദം തെറ്റായി വ്യാഖ്യാനിക്കുകയാണ്. മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ അത് മനുഷ്യ സൗഹാർദ്ദമാണ്. മുസ്ലിങ്ങളായ നാം കൃത്യമായി ഇസ്ലാമിക വിശ്വാസ ആചാരാനുഷ്ഠാനങ്ങൾ അനുസരിച്ച് ഇസ്ലാമിക വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് ജീവിക്കുമ്പോൾ തന്നെ മറ്റ് മതക്കാരുടെ മതപരമായ ആചാര ആഘോഷ അനുഷ്ഠാനങ്ങളിൽ നിന്നൊക്കെ അകലം പാലിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ അവരെയും മനുഷ്യരായി ഉൾക്കൊണ്ടുകൊണ്ട് മാനുഷിക കാര്യങ്ങളിൽ അവരുമായി സഹകരിച്ചും സഹവസിച്ചും സഹായിച്ചും ജീവിക്കുക എന്ന മനുഷ്യ സൗഹാർദ്ദമാണ് മതസൗഹാർദ്ദം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത മതക്കാരുടെ മതാചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൂട്ടിക്കുഴക്കലല്ല. മറ്റു മതക്കാരുടെ മതപരമായ കർമ്മങ്ങളിൽ മുസ്ലിങ്ങൾ പങ്കാളികളാവലല്ല മതസൗഹാർദ്ദം. ഇത് ഖാദിമാരും കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ആരെയും എന്തെങ്കിലും ചെയ്ത ആരും ഒന്നും പറയാൻ പാടില്ല, ആരും ചോദ്യം ചെയ്തുകൂടാ എന്ന അപ്രമാദിത്വമൊന്നും ഈ ഉമ്മത്തിൽ ആർക്കുമില്ല. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദ്യം ചെയ്യപ്പെടാതെ മുസ്ലിങ്ങൾ അനുസരിക്കേണ്ട നേതാവാണ്. ബാക്കി ഏത് നേതാവിനെയും, ഏത് സയ്യിദിനെയും, ഏത് ആലിമിനെയും, ഏത് ഖാദിയെയും ഈ ഉമ്മത്ത് അനുസരിക്കുന്നത് അല്ലാഹുവിനോടുള്ള നിഅമത്തിന്റെ വിധേയത്വത്തിന്റെ പേരിൽ മാത്രമാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ദീനിന് അനുസൃതമായി പ്രവർത്തിക്കുമ്പോൾ ഖാദിമാരെ നമ്മൾ ആദരിക്കും, ഖാദിമാരുടെ തീരുമാനങ്ങൾ അനുസരിക്കും, പണ്ഡിതന്മാരനുസരിക്കും, അതിൽ വിമർശിക്കൂല. അതേ സമയം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ആദരണീയരായ അയിമ്മത്തുകൾ കൃത്യമായി പഠിപ്പിച്ചിട്ടുള്ള മതനിയമങ്ങൾക്ക് വിരുദ്ധമായി പറയുമ്പോൾ അതനുസരിക്കേണ്ട ബാധ്യത ആരോടും ഈ ഉമ്മത്തിനില്ല എന്ന് സാന്ദർഭികമായി ഞാൻ ബോധപൂർവം തന്നെ പറയുകയാണ്. ഇവിടെ ഇപ്പോൾ ഈമാനും കുഫ്റും എല്ലാം കൂടി കൂട്ടിക്കലർത്തുന്ന ഒരു സംവിധാനത്തിലേക്ക് ആരുടെയോ ഒളി അജണ്ടകളിൽ മറ്റുള്ളവർ വഞ്ചിക്കപ്പെടുന്ന ഒരു സാഹചര്യം ആദരണീയരായ ഖാദിമാർ തിരിച്ചറിയേണ്ടതുണ്ട്. തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. നന്മകളിൽ പരസ്പരം സഹകരിക്കുക, തിന്മകളിൽ നിസ്സഹകരിക്കുക എന്നത് തന്നെയാണ് ഇസ്ലാം. ഇത് പറയുന്നതിന് ഈ രാജ്യത്ത് നിയമം നമ്മൾ അനുവദിക്കുന്നുണ്ട്.